ഒരു വഴിയിലൂടെ ഒരുപാട് പേർ നടന്നിട്ടുണ്ടാകും. പക്ഷേ ഓരോരുത്തരുടെയും നടപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. ഉത്സാഹത്തോടെ, തിരക്കിട്ട്, ക്ഷീണത്തോടെ, വിഷമത്തോടെ, അങ്ങനെ പല പല നടപ്പുകൾ. ഏതാണ്ട് അരനൂറ്റാണ്ട് മുൻപ് നമ്മളിപ്പോൾ കാണുന്ന ഇടങ്ങളിലൂടെയൊക്കെ നടന്ന ഒരു മനുഷ്യനെ കാണാനാണ് നമ്മൾ പോകുന്നത്. വരൂ. ബാബു എബ്രഹാം ഒരു 40-47 കൊല്ലം മുമ്പുള്ള ഒരു കഥയാണ്. ഈ കുരിശടിയുടെ മുമ്പിൽ ഒരമ്മയും 4 മക്കളും ഒരു രാത്രിയിൽ മരിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അവസാനത്തെ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു നിന്നു. ഓർമ്മയുണ്ടോ രാത്രി? ഉണ്ട്. എനിക്കന്ന് 5 വയസ്സാണ്. അപ്പൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട് ഏകദേശം 1-2 മാസമായിട്ട്. ഇവിടെ അടുത്തുള്ളൊരു സർവീസ് സഹകരണ ബാങ്കിൽ അപ്പൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കൃഷിയുടെ പേര് പറഞ്ഞെടുത്ത ഒരു ലോണിൻ്റെ പേരിൽ വീട് ജപ്തി ചെയ്യുക. അപ്പം അന്ന് വന്നപ്പോൾ അമ്മ 3 മാസത്തിനും പലിശ അടച്ച് പുതുക്കാമെന്നൊക്കെ പറഞ്ഞു. വീടപ്പോൾ ഈ ഇരിക്കുന്ന കുന്നിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ആ രാത്രിയിൽ അമ്മയ്ക്കറിയാം എന്താണെങ്കിലും ആ വാക്കൊന്നും പാലിക്കാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഭർത്താവില്ല, കുടുംബക്കാർ കൂട്ടിനില്ല. അപ്പോൾ അന്നേരം ഈ മക്കളെ ആയിട്ട് മരിക്കാൻ പോകാൻ അമ്മ തീരുമാനിച്ചു. അപ്പോൾ ഇളയവരായി ഞങ്ങൾക്കറിയില്ല, 10 വയസ്സുള്ള മൂത്ത ചേച്ചിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ അന്ന് എൻ്റെ ഇളയ ബിന്ദുവിനെയും കയ്യിലെടുത്ത് എൻ്റെ ചേച്ചിമാരിൽ ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അമ്മ അവളെ തോളിലിട്ടിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പം ഇന്നത്തെ ഈ കുരിശടി അല്ലാതെ ഒരു കുരിശും പിന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ള. എവിടുന്നാണ് നടന്നു വന്നത്? അവിടുന്നാണ്. ആ വഴിയിൽ ഈ ടാറൊന്നും ഇല്ലെന്ന്, മിറ്റൽ പാകിയിട്ടുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കല്ലിൽ നിന്ന് അറിയാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മണ്ണാണ്. അപ്പോൾ അവിടെ നിന്ന് നടന്നു വന്ന് ഇവിടെ നിന്ന് എൻ്റെ ക്രിസ്തുരാജ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പം ഈ ഭണ്ഡാരക്കുറ്റിയുടെ അകത്ത് എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിയത്തില്ല. എൻ്റെ ക്രിസ്തുരാജ എന്ന് വിളിക്കുന്നത് മാത്രമേ അമ്മയെ കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ശരിക്കും അന്ന് അമ്മ നമ്മളോട് പറയുക, മക്കളെ നമ്മൾ മരിക്കാൻ പോകാം, നമുക്ക് ആരുമില്ല, അമ്മയ്ക്ക് തന്നെ ഇതൊന്നും പറ്റില്ല. അപ്പോൾ മരിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എവിടെയോ ഒരു ടൂറ് പോകുന്ന പോലെ എനിക്ക് തോന്നി. അല്ലാതെ 5 വയസ്സായ കൊച്ചിനെ മരിക്കാൻ പോകാമെന്നൊന്നും പറഞ്ഞതിനകത്ത് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായതായി തോന്നിയില്ല. ഇവിടുന്ന് തന്നെയാണ് അമ്മ പറയുന്നത്, അമ്മ ഡാമിലെത്തി കഴിയുമ്പോഴേക്കും അമ്മ ആദ്യം ചാടും, പിന്നെ നിങ്ങൾ മക്കൾ ഓരോരുത്തരും ചാടിക്കോണം. ചാടാൻ തയ്യാറായിരുന്നു. എനിക്ക് അറിയത്തില്ല, നമ്മൾ ചാടുക എന്നേ ഉള്ളൂ, ഏതോ ടൂറല്ലേ. അപ്പോൾ 10 വയസ്സുള്ള ജെസ്സി എന്ന് പറഞ്ഞു, അമ്മ ചാടിയിട്ട് ഞങ്ങൾ ആരെങ്കിലും ചാടാതിരുന്നാൽ അമ്മയില്ലാത്ത ആ ലോകത്ത് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? അതിനൊരു കാര്യം ചെയ്താൽ മതി, അമ്മ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് എടുത്തിടണം, അല്ലെങ്കിൽ എനിക്ക് പോലും വെള്ളത്തിൽ ചാടാൻ പേടിയാണ്. അപ്പോൾ അമ്മ ഞങ്ങളെ അങ്ങ് എടുത്തിട്ടിട്ട് എന്നിട്ട് അമ്മ ചാടിക്കും. അമ്മ പറഞ്ഞു അത് പറ്റത്തില്ല, എനിക്ക് മക്കളെ എടുത്തിടാൻ പറ്റത്തില്ല, അമ്മ ചാടും, മക്കൾ പുറകെ ചാടിയാൽ മതി. ഇത് പറഞ്ഞ് ഇവിടുന്ന് ഈ യോസേപ്പിതാവൊന്നും കേൾക്കാത്തത് കൊണ്ടായിരിക്കും പ്രാർത്ഥന, അമ്മ ഞങ്ങളെ ആയിട്ട് കല്ലാർകുട്ടിക്ക് പോവുക. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നടന്നു പോവുക. അന്ന് ബസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ നടന്നു പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഒരു വളവ്, 2 വളവ് തിരിഞ്ഞ് കഴിഞ്ഞാണ് ഒരു പെന്തിക്കോസ്ത് വളവ് എന്നാണ് അതിന് പറയുന്നത്. ആ പെന്തിക്കോസ്ത് വളവിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ജെസ്സി പറയുന്നത്, അമ്മയൊന്ന് നിന്നേ, ഈ തെള്ളിത്തോട്ടിലും കമ്പിളികണ്ടത്തും ഒക്കെ ഉള്ളവർക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. എന്നാൽ ഇവിടുന്ന് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചിന്നാറെന്ന് പറഞ്ഞൊരു പുഴയുണ്ട്. അതിനക്കരെ ചെന്നിച്ച് നമ്മൾ ഭിക്ഷ എടുത്താൽ ആർക്കും നമ്മളെ അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് നാണക്കേടില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് കിട്ടത്തില്ലേ? അതാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ്. ആ ചോദ്യത്തിൽ അമ്മ ഈ 2 വയസ്സുള്ള ബിന്ദുവിനെ നിലത്ത് നിർത്തിയിട്ട് 10 വയസ്സുള്ള ജെസ്സി എടുത്ത് കെട്ടിപ്പിടിക്കുക. അത് കഴിഞ്ഞ് അമ്മ പിന്നെ വേറൊരു വ്യക്തിയായി തിരിച്ച് നടന്ന് ഈ കുരിശടിയിലൂടെ തന്നെ ഞങ്ങൾ മടങ്ങി വീട്ടിലേക്ക് പോയി. പക്ഷേ അന്ന് തിരിച്ചു പോകുമ്പം ഈ കുരിശടിയിൽ വന്ന് അമ്മ പ്രാർത്ഥിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഓർക്കുന്നില്ല. ഞങ്ങൾ നടന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു വളരെ വേഗത്തിൽ അമ്മ നടക്കുന്ന ഒരു താണ്ഡവമായിരുന്നു. ഈ പ്രദേശത്തിന് തന്നെ ഇന്നും എൻ്റെ ഈ 52-ാം വയസ്സിലും ഈ കുരിശടിയും ഈ വഴിയും എല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലൊരു ഡാമിൽ പൊലിഞ്ഞു പോകുമായിരുന്ന അമ്മയും ഞങ്ങൾ 4 മക്കളും എവിടെയോ ചിലപ്പോൾ അമ്മയെ വിളിച്ചെൻ്റെ ക്രിസ്തുരാജ എന്ന് പ്രാർത്ഥിച്ചത് അന്ന് പള്ളിക്കുള്ളിൽ പുരുഷന്മാരുടെ വശത്ത് തല അല്പം താഴ്ന്നു നിന്നിരുന്ന യോസേപ്പ് പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല, അല്ലെങ്കിൽ തന്നെ
പള്ളി ഭിത്തികളെ ഭേദിച്ച് യോസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥന, യോസേപ്പ് പിതാവിൻ്റെ നോട്ടം നമ്മളിൽ എത്തുകയുമില്ല എന്നെനിക്ക് ഒരു കൊച്ചു നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് 1/2 കിലോമീറ്റർ പോയി പെന്തക്കോസ് വളവിലെത്തുമ്പോഴേക്കും ജെസ്സിയിലൂടെ മറ്റൊരിടത്തെങ്കിലും പോയി നമുക്ക് തെണ്ടി ജീവിക്കാം എന്ന് പറയുന്നത് ചിലപ്പം ഈശ്വരൻ ആ പ്രാർത്ഥന കേട്ടതുകൊണ്ടാവാം. ഒരുപാട് ഓർമ്മകളുള്ള ഒരു പള്ളിമുറ്റമാണ്. ഒരു പ്രാർത്ഥന വിഫലമായി പോയ ഒരു പള്ളിമുറ്റം കൂടിയാണ്. ആ പ്രാർത്ഥന സഫലമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ ബാബു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരിക്കില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം എഴുതിയ ബാബു ഇബ്രാഹിമിന് ഈ പള്ളിയെക്കുറിച്ച്, ഇതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഓർമ്മ? ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. പിന്നെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ പള്ളിയും പള്ളി ബിംബങ്ങളും ക്രൈസ്തവമായ പ്രദേശങ്ങളും പരിസരങ്ങളും ഒക്കെ ആ പുസ്തകത്തിൽ കയറിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വിശ്വാസങ്ങളെയോ മറ്റ് മതങ്ങളെയോ അതിർവരമ്പുകളിട്ട് പോകുന്ന ഒരു വിശ്വാസമല്ല. വർഗീയതയല്ല, അല്ല, അതാകാനാവില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു വശമെന്ന് പറയുന്നത് പ്രാർത്ഥനകളും എൻ്റെ അപേക്ഷകളും കുട്ടിക്കാലത്തെ എൻ്റെ പരിദേവനങ്ങളുമെല്ലാം യോസേപ്പ് പിതാവിൻ്റെയും കാൽവരിയിലെ ക്രിസ്തുവിൻ്റെയും ചുവട്ടിൽ അടുക്കൽ ഞാൻ സമർപ്പിച്ച് അതെല്ലാം സ്വീകരിക്കപ്പെടാതെ വീണ് കിടക്കുന്ന ഒരു മുറ്റമാണിത്. ചിലപ്പോൾ പ്രാർത്ഥനകൾ അങ്ങനെയുമാകാം. ചില പ്രാർത്ഥനകൾ കേൾക്കാൻ ഏറെ സമയമെടുക്കും. ചിലപ്പോൾ ആ പ്രാർത്ഥന കേട്ടാൽ നമ്മൾ എത്തിച്ചേരേണ്ടിടത്ത് എത്താതെയും വരും. അതുകൊണ്ട് തന്നെ അഖിൽ പറഞ്ഞതുപോലെ അന്ന് ആ പ്രാർത്ഥനകളെല്ലാം കേട്ടിരുന്നെങ്കിൽ ഇന്ന് കമ്പിളികണ്ടത്തെ കൽപ്പരണികൾ ഉണ്ടാകുമായിരുന്നില്ല. ഈ പള്ളിമുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു വിഷ്വൽ ഓർമ്മ വരുന്നത്, ഒരു 5 വയസ്സുകാരൻ ഈ പള്ളി നടകളിങ്ങനെ ഓടിക്കേറി വരുന്ന ഒരു 5 വയസ്സുകാരൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഓർമ്മ? പള്ളിയുമായിട്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരുന്നത് ഉണ്ടാവാം. പക്ഷേ ഏറ്റവും മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഈവൻ്റ് എന്ന് പറയുന്നത്, അപ്പം ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് ഈ മരിക്കാനൊക്കെ പോയിട്ട് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ ഈ പള്ളിക്കകത്ത് വെച്ച് അന്നത്തെ വികാരി അച്ഛനും കുടുംബക്കാരും പ്രമാണികളൊക്കെ കൂടി ചേർന്നിരുന്ന് ഒരു നാട്ടുകൂട്ടം കൂടി അമ്മ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീ അവളുടെ വീട്ടിലേക്ക് പോകാനും കുട്ടികളെ ഞങ്ങളുടെ അപ്പൻ്റെ കുടുംബത്തിലേക്ക് കൊടുക്കാനും തീരുമാനമായി. ആ വിവരം വന്ന് അറിയിക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുത്ത മൂത്തമ്മാവനാണ്. അപ്പോൾ മൂത്തമ്മാവൻ ഇത് വന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങളാരും എൻ്റെയും പിള്ളേരുടെയും കാര്യമൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ചൂട്ട് കത്തിച്ച് അതുമായിട്ട് ഇറങ്ങി. അന്നേരം അമ്മ എന്നെയായിട്ടാണ് പോരുന്നത്. എന്നിട്ട് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? ആ, ഈ പള്ളിയിൽ ചവിട്ടി കുതിച്ച് പോകുന്നത് അതിവിടെ നിന്നാണ്. ഈ പള്ളിയിൽ നിന്നാണ്. ഈ പള്ളിയിൽ അൾത്താരയുടെ മുമ്പിൽ നിന്നാണ് അരിവാൾ എടുക്കുന്നത്. എന്നിട്ട് പറയുന്നത്, എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇനി അപ്പോൾ അമ്മയെ തല്ലാനായിട്ട് വരുന്ന അപ്പൻ്റെ അനിയന്മാരുണ്ട്. അപ്പോൾ ഒരടി ഇനി മുമ്പോട്ട് വെച്ചാൽ തീർത്ത് കളയും എന്ന് പറയുന്നൊരമ്മ. അതാണ് എൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ ഓർമ്മ. പിന്നെ പലപ്പോഴും നമ്മളുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടതും അങ്ങനെ പലതും ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടുന്ന ചെരുപ്പ് ഇട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. അത് 1984 ആദ്യ കുർബാനയ്ക്ക് അത് ഊരിയിട്ടേച്ച് സ്നേഹവിരുന്ന് പോലെ ഒരു പൊതിയിൽ 2 ബിസ്ക്കറ്റും റസ്കും ഒക്കെ തന്നു. പക്ഷേ അകത്തിരുന്ന് കഴിച്ചവരെല്ലാം ആടും കോഴിയും ഒക്കെ കഴിക്കുന്നുള്ളതിൻ്റെ സ്വരവും കേൾക്കുന്നുണ്ടായിരുന്നു. ആട് പിതാവേ, കോഴി പിതാവേ, പന്നി പിതാവേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കൊതിയും കലിപ്പും ഒക്കെ നമ്മൾ ഈ റസ്കിനിട്ട് തീർത്ത്, പക്ഷേ വീട്ടിൽ പോയപ്പം ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ വള്ളിച്ചെരുപ്പ്, പാരകൻ്റെ നീലയും വെള്ളയുമുള്ള ചെരുപ്പ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് മറന്നുപോയിടാൻ. വൈകുന്നേരം നമുക്ക് അടി കിട്ടി, കാരണം ചെരുപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട്. പിറ്റേ ദിവസം രാവിലെ ഏറ്റ് ഞാൻ വന്നു. പക്ഷെ നമുക്ക് അന്നേരം മനസ്സിലായി ഏതോ ഒരാൾ അനാഥത്വം പേറി കിടന്നിരുന്ന ആ ചെരുപ്പിനെയൊക്കെ സ്വന്തമാക്കി അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നീട് എനിക്ക് ചെരുപ്പ് കിട്ടുന്നത് 15 വയസ്സായി കഴിഞ്ഞു, 10ാം ക്ലാസ്സിലെത്തും. അപ്പോൾ ഇവിടം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഇല്ലായ്മകളുടെ നേരെയുള്ള നോട്ടം, പാർശ്വവൽക്കരിക്കപ്പെട്ടതിൻ്റേത്, അല്ലെങ്കിൽ ഈ പള്ളിയിലെ തന്നെ അല്ലെങ്കിൽ സഭയിലെ തന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കപ്പെട്ട മനുഷ്യരുടെ ഒരു പ്രതീകമാണ്. അത് ഈ ക്ലാസ് സിസ്റ്റമൊക്കെ നമുക്ക് വരുന്നത് പണത്തോടൊപ്പം അതുണ്ട്. അത് ജാതി എന്നതിനേക്കാൾ ഉപരി ഉള്ളവനും ഇല്ലാത്തവനും എന്നൊരവസ്ഥ എല്ലാ സംവിധാനങ്ങളിലും ഉണ്ട്. നമ്മൾ പറയുന്ന ആത്മീയതയോ അല്ലെ മതസംവിധാനങ്ങളോ ഈശ്വര സങ്കല്പമോ ഒക്കെ
അത് ഈ സമൂഹത്തിൽ അങ്ങ് അപ്ലൈ ചെയ്യുമ്പം പണമുള്ളവനും ഇല്ലാത്തവനും എന്ന ഒരു 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 ഡിഫറൻസിയേഷൻ എപ്പോഴും ഉണ്ട്. അതാണ് ജാതീയതയിലും ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണ എന്നാണ് പറയുന്നത്. ആരുമില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് ആ അമ്മ മക്കളെയും കൊണ്ട് മരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആരുമില്ലെങ്കിൽ മരിക്കാം എന്നാണോ ഇപ്പം എന്താ തോന്നുന്നത്? അത് ഈ ആരുമില്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ദൈവവും ഇല്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ മരിക്കുക എന്നുള്ളത് അതൊരു പൊട്ട ബുദ്ധിയാണ്. ആരും നമുക്കുണ്ടാവണമെന്നില്ല. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കാനും നമ്മൾ പ്രിയപ്പെട്ടവരായി കരുതുന്ന നമ്മുടെ മക്കളെയോ നമ്മളുടെ സഹോദരങ്ങളെയോ നമ്മുടെ മാതാപിതാക്കളെയോ ഒക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടോ നമ്മളുടെ സ്വപ്നങ്ങളുടെ ഭാഗമായിട്ടോ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. ഈ മരിക്കാമെന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ്. ഒന്നും അറിയണ്ടല്ലോ. കാരണം മരിക്കുക, അതിനകത്ത് കിടന്ന് ചെയ്യുക, അടക്കുക, അതെല്ലാം അബ്രഹാം ഒരു പ്രിവിലേജിന്റെ മേളിൽ ഇരുന്നുകൊണ്ട് പറയുന്നതാണ്. അല്ല, കാശുണ്ട് ആയിരിക്കാം, അങ്ങനെ നമുക്കതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ പണമുള്ളത് കൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അല്ല. അന്ന് എനിക്ക് 5 വയസ്സുള്ളപ്പം ഈ അമ്മ അതിനിറങ്ങിത്തിരിക്കുമ്പോഴും അമ്മയുടെ തീരുമാനമായിരുന്നു മരിക്കുന്നില്ല എന്നുള്ളത്. കാരണം 10 വയസ്സുള്ള ജെസ്സിയുടെ ചോദ്യമുണ്ടല്ലോ, നമുക്ക് അക്കരെ പോയി ഭിക്ഷ എടുത്തുകൂടെ എന്നുള്ളത്. ആ ചോദ്യം അവരെ അവരുടെ ഉള്ളിലേക്കൊന്ന് നോക്കാനാണ്. നമ്മൾ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ജീവിച്ചിരിക്കാനുള്ള ഒത്തിരി കാരണങ്ങളുണ്ടാവും. ശരിയാ, നമുക്ക് വേണ്ട അന്ന് ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് കടബാധ്യതയായതുകൊണ്ട് നമ്മളുടെ വീട്, എൻ്റെ ആ വീടൊക്കെ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ അത്രയ്ക്ക് വിവരിച്ചിട്ടില്ല. വീട്ടിലുള്ള കലങ്ങളും പാത്രങ്ങളും ഒക്കെ എടുത്ത് രാത്രിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും ഈ കട്ടിലിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടി നടന്ന് വെള്ളം പിടിക്കുന്നുണ്ട്. ആ അനുഭവത്തിലൊക്കെ നമുക്ക് തോന്നും എന്തിനാണെന്ന്. പക്ഷേ ഇന്നത്തെ ഒരു സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു പരീക്ഷയിൽ വിജയം ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കും. ഒരു പ്രണയ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കളിപ്പാട്ടം നമുക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ പോലും ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. അതൊക്കെ ഒരു മാനസിക രോഗമായിട്ടാണ് ശാസ്ത്രം കാണുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ ജീവിച്ചിരിക്കാനുള്ള ഒത്തിരി കാരണങ്ങളുണ്ടാവും. ഈ നന്ദികുന്നേൽ മേരിക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജെസ്സി അങ്ങനെ ചോദിക്കുമ്പോൾ ഭിക്ഷ എടുത്തിട്ടായാലും ജീവിക്കാം എന്ന് തീരുമാനിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാബു ഇബ്രാഹിമിൻ്റെ കുഞ്ഞുനാളിൽ അനുഭവിച്ചിട്ടുള്ള ആ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ജോലി കിട്ടി, നല്ല രീതിയിൽ ജീവിക്കുന്നു. ഈ പള്ളിമുറ്റത്ത് നിന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭിക്ഷ എടുത്ത് ജീവിക്കാനുള്ള ധൈര്യമുണ്ടോ? എനിക്ക് ഈ ചില ആളുകൾ നിരാശയിലേക്ക് പോകുക എന്ന് പറയുന്നത്, അവർ ചിലപ്പോൾ അവരുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് ഒരു സ്കെയിലിൽ 0 നിന്നായിരിക്കില്ല, 10 നിന്നായിരിക്കും. 20 എത്തിക്കഴിയുമ്പോൾ താഴേക്ക് വീണാൽ 10 തടയൊന്നുമില്ല. അപ്പോൾ നമ്മൾ 0 വീഴും. ആ 0 നിന്ന് 10 വരെയുള്ള ആ നടപ്പാത നമ്മൾ നടന്നിട്ടില്ല, ജീവിച്ചിട്ടില്ല, നമുക്ക് പരിചിതമല്ല. അപ്പോൾ നമ്മൾ തളർന്നു പോകാം. എന്നെ സംബന്ധിച്ചിടത്തോളം 0 ഞാൻ തുടങ്ങി. എവിടെ വന്ന് വീണാലും 0 തുടങ്ങുമ്പോൾ ഒരു നന്ദികുന്നേൽ മേരി ഉണ്ടായിരുന്നു. പക്ഷേ മേരി എന്ന് പറയുന്നത് ജീവിതം ഒന്ന് പിടിച്ചെടുക്കാനായപ്പോഴേക്കും മാലാഖ വന്ന് കൂട്ടിക്കൊണ്ടുപോയ ആളാണ്. കമ്പളികണ്ടത്തെ കൽപ്പരണികൾ വിജയത്തിൻ്റെ ഘോഷയാത്രയൊന്നും നടത്തുന്നതല്ല, അത് വീണുപോയവളുടെ സുവിശേഷമാണ്. ഇന്ന് നമുക്ക് വിഷാദം വിരുന്നു വരുമോ എന്നൊരു ചോദ്യമുണ്ട്. എല്ലാ സമ്പത്തും നഷ്ടപ്പെടേണ്ടതൊന്നുമില്ല ഒരാൾക്ക് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് വരാൻ. അത് അങ്ങനെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഞാൻ തീരുമാനിച്ചതും. എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ച ഒരു സമയത്താണ് ഈ കമ്പളികണ്ടത്തെ കൽപ്പരണികൾ എഴുതാൻ ആരംഭിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലെ ആ വലിയ പ്രതിസന്ധിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിച്ച ഒരു നിമിഷത്തിലാണ് എൻ്റെ ഭാര്യ എന്നോട്, ഞാൻ പറയാൻ എന്തിനെങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ് എന്നോട് പറയുന്നത്, ഞങ്ങൾക്കൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റും, പക്ഷേ നന്ദികുന്നേൽ മേരി വളർത്തി നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. അത് 2023 നവംബർ 27 ഞങ്ങളുടെ ഒരു സംഭാഷണമാണ്. അന്നാണ് ഈ പുസ്തകത്തിലെ ആദ്യത്തെ ഒരു അധ്യായം ഞാൻ എഴുതുന്നത്. 4-ാം അധ്യായമാണ്, അന്ന് രാത്രിയിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദം വിളിക്കാതെ തന്നെ വിരുന്നു വരും. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവും.
എത്ര ഉന്നത നിലയിലായ ആളുകൾക്കും, എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളിലാണെങ്കിലും, പക്ഷെ അന്നേരവും നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ സ്വീകരിച്ച ഒരിറ്റ സ്നേഹത്തെക്കുറിച്ച് ഓർത്താൽ അത് നമ്മൾ ജീവിച്ച ഒരു മൊമെൻ്റാണ്. അല്ലെങ്കിൽ നമ്മൾ അതിജീവിച്ച വേദനകളെക്കുറിച്ചൊന്ന് റിവൈൻഡ് ചെയ്താൽ അതും നമുക്ക് ചിലപ്പോൾ ജീവിക്കാനൊരു കാരണമാകും. കമ്പളികണ്ഠത്തെ കൽഭരണികൾ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു തെറാപ്പിയാണ്. അപ്പോൾ ഈ വായിക്കുന്ന ആളുകൾക്കും അത് അവരുടെ ജീവിതവുമായിട്ട് അവർ കണക്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് അത് ഇത്രയേറെ സ്വീകരിക്കപ്പെട്ടത്. ഇൻസ്റ്റാഗ്രാമിൽ അടുത്തിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. നമ്മുടെ 5 വയസ്സുള്ള ഒരു ഫോട്ടോ, ഇപ്പോഴത്തെ 40-50 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ ഈ 50 വയസ്സുള്ളപ്പോൾ ഉള്ള നമ്മൾ ഈ 5 വയസ്സുള്ള കുട്ടീനോട് എന്തുണ്ട്, സുഖമാണോ, എങ്ങനെ ഇരിക്കുന്നു, ഞാൻ ദേ ഇവിടം വരെ എത്തി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അത് കണ്ടിരുന്നോ? അങ്ങനത്തെ ഒരു ഫോട്ടോ സാധനം പലരും ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ 5 വയസ്സുള്ള കുട്ടിയോട് ബാബു എബ്രഹാം എന്ന് പറയുന്ന 50 വയസ്സ് കഴിഞ്ഞ മനുഷ്യന് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഞാൻ പറയുക, അന്ന് നീ ഒത്തിരി കരഞ്ഞു, ഒത്തിരി അപമാനിക്കപ്പെട്ടു, നീ മുമ്പോട്ട് ഒരു പ്രതീക്ഷയുമില്ലെന്നൊക്കെ സ്വയം പറഞ്ഞു നടന്ന് നിൻ്റെ കൗമാരമെത്തിയപ്പോഴേക്കും നീ ഭ്രമണപഥം തെറ്റിപ്പോലും സഞ്ചരിച്ചു. പക്ഷേ ഇന്ന് നീ നോക്കിയേ, നീ ഒരിക്കലും സ്വപ്നം കാണാത്ത, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലേക്ക് നീ എത്തിച്ചേർന്നില്ലേ? നിൻ്റെ വേദനകളും നിൻ്റെ കണ്ണുനീരും നിൻ്റെ വിശപ്പും നിൻ്റെ പ്രതീക്ഷയില്ലായ്മയും എല്ലാം ഇന്ന് അക്ഷരങ്ങളായി ഈ പുസ്തകത്തിൽ വന്നത് അന്ന് നീ താണ്ടിയ ആ കഥന വഴികൾ, അല്ലെ കഠിനമായ വഴികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വേദന എത്രയേറെ ഉണ്ടെങ്കിലും, ഈ കാൽവരിയിലേക്ക് കുരിശും വഹിച്ച് നീ എത്രയേറെ യാത്രയായി ആണിപ്പഴുതുകളിലേക്ക് നിൻ്റെ കൈകാലുകൾ വലിച്ച് അടുപ്പിച്ച് തറയ്ക്കപ്പെട്ടാൽ പോലും നിന്നെ ഒരമ്മയുടെ മടിയിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ നീ പിറ്റേന്നല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ഉത്ഥാനം ചെയ്യും. കാത്തിരിക്കേണ്ടതുണ്ട്. സഹനത്തിനും കുരിശിനും അപ്പുറം എപ്പോഴും ഒരു ഉത്ഥാനമുണ്ട്. 5 വയസ്സുള്ള കുട്ടി ഇത്രയൊന്നും പറയാൻ പാടില്ല. 5 വയസ്സുള്ള കുട്ടിയല്ല, ഞാനാ പറഞ്ഞത്. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിലേ, നീ വീണ് പോയില്ല, അത് ഇവിടം വരെയൊക്കെ എത്തി. നീ അവിടെയായിരുന്നു, പക്ഷെ നീ അവിടെ തന്നെ നിന്നുപോയില്ല, നീ ഏറെ ദൂരെ സഞ്ചരിച്ചു. അതാണ്. അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ, ഇപ്പോൾ കുഞ്ഞുനാളിൽ ഭയങ്കര ടെററായിരുന്നു. അത് കഴിയുമ്പോൾ ഒരു നാട് വിട്ടു പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. മൊത്തത്തിൽ ഓർക്കുമ്പോൾ എങ്ങനെയാണ്? അച്ഛനോട് ദേഷ്യമാണോ തോന്നുന്നത്, അതോ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു ഭയങ്കര കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ്? ഇപ്പോൾ ശരിക്ക് ദേഷ്യമില്ല, കാരണം നമ്മൾ അന്നുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം ഭീതിപ്പെടുത്തുന്ന ഭീകരനായൊരു മനുഷ്യനാണ്. രാത്രി കാലങ്ങളിൽ കുടിച്ച് തെറി വിളിച്ചു വന്ന് അമ്മയും മൂത്ത ചേച്ചിയും ഒക്കെ അടിക്കുന്നു. അന്നേരത്തിനും അമ്മ ഞങ്ങളെ കൊണ്ടുപോയി വീടിൻ്റെ പിറകുവശത്തെ പറമ്പിലെ കുറ്റിക്കാടിന് നടുക്ക് വെട്ടിത്തെളിച്ച് ചാക്കും പായൊക്കെ ഇട്ട് അവിടെ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ എല്ലാ രാത്രികളും അങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരിക്കലും സന്തോഷമുള്ളൊരു ഓർമ്മയല്ല അപ്പനെക്കുറിച്ചുള്ളത്. അതിനുശേഷം അപ്പൻ 12 വർഷത്തെ യാത്രപോക്കിന് ശേഷം മടങ്ങി വന്നപ്പോഴും അപ്പനെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ മൂത്ത പെങ്ങളാണ്, ജെസ്സിയാണ് പറയുന്നത് അത് നമ്മുടെ അപ്പനാണ്. കാരണം 5 വയസ്സ് വരെയുള്ള സമയത്ത് മാത്രം കണ്ട ഒരാളെ പിന്നീട് 16 വയസ്സുള്ളപ്പം കണ്ടാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്നും എനിക്ക് അപ്പനെ സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഈ പള്ളിക്കൂടത്തിലെ കളിക്കളത്തിലും പള്ളിമുറ്റത്ത് കള്ളനും പോലീസും കളിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ തോക്കുകയോ ജയിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളെ എപ്പോഴും കൂട്ടുകാരെ അവഹേളിക്കുന്ന തന്തയില്ലാത്തവനാണ്. അത് നമുക്ക് മറുപടിയില്ലാത്ത ഒരാക്ഷേപമാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു കൊച്ചിന് 16 വയസ്സിൽ അപ്പനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അമ്മ സ്വീകരിച്ചു. പക്ഷെ അന്നും എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കാലം കടന്നപ്പോൾ എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ നമുക്കും പ്രായമാകുമ്പോൾ, നമ്മളും അപ്പനാകുമ്പോഴൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തെ ക്ഷമിക്കാൻ തന്നെ കഴിയുന്നത്. കാരണം ഈ ക്ഷമിക്കാതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നമുക്ക് തന്നെയാണ് ദോഷം. അപ്പൻ മരിച്ചു കഴിഞ്ഞാണ്, അമ്മ മരിച്ചു കഴിഞ്ഞുള്ള 40 ദിവസം അപ്പനോടൊപ്പം തനിയായിരുന്നു താമസം. അപ്പോൾ കുറേയൊക്കെ അപ്പനെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൻ അമ്മയോട് ഇഷ്ടമുണ്ടായിരുന്നെന്നും അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്. പക്ഷെ ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ സാധിച്ചത് ഞാനൊരു അപ്പനായതിനു ശേഷമാണ്. കാരണം അദ്ദേഹം എന്ന് പറയുന്നത്
അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടി കൂടിയാണ്. ഒരു സമൂഹം പടുത്തുയർത്തിയത് അങ്ങനെയാണ്. 8 വയസ്സ് തൊട്ട് കൊട്ടോട് വാറ്റി കുടിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുകയും അവരൊരു പെഗ് വെച്ച് എല്ലാ ദിവസവും കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ 8 വയസ്സ് തൊട്ട് വെള്ളം അടിച്ച് തുടങ്ങിയ ഒരു കൊച്ച് 10-22 വയസ്സാകുമ്പം അല്ലെങ്കിൽ 25 വയസ്സാകുമ്പം ഇങ്ങനെ ഒരു മനുഷ്യനായി തീരുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെ ആക്കിയത്. അതൊരു മക്കളോട് അദ്ദേഹം ചെയ്ത എന്താണ് എന്നുള്ളത് ക്രൂരമാണ്, ഭാര്യയോട് ചെയ്തതും ക്രൂരമാണ്. അങ്ങനെ തിരിച്ചറിവുണ്ടായാലും മൊത്തത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി മാറാൻ ഒരിക്കലും അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് സാധിക്കില്ല. കാലഘട്ടം അയാളെ അങ്ങനെ ആക്കി തീർത്തു. അദ്ദേഹം ഒന്ന് റിഗ്രറ്റ് ചെയ്ത് ഇനി ഇങ്ങനെയൊന്നും അല്ല എന്ന് തീരുമാനിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം അതിലേക്ക് മടങ്ങിപ്പോകും. കാരണം സ്ഥായിയായിട്ട് ഒരു മാറ്റം വരുത്താൻ കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ കീറി മുറിക്കപ്പെട്ടു. അപ്പോൾ മറ്റൊരു തരത്തിൽ ഇന്ന് 50, 51, 52 വയസ്സായിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ കുറച്ച് കരുണയോടുകൂടിയേ നമുക്ക് നോക്കാൻ പറ്റൂ. നമ്മൾ ഈ കുഞ്ഞിലേ തൊട്ടേ ഈ ഇല്ലായ്മയും അധിക്ഷേപവും അപമാനവും ഒക്കെ സഹിച്ചു വന്നതുകൊണ്ട് നമ്മളായി നമ്മളുടെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കരുത് എന്ന് ചിന്തിക്കുമ്പോഴേക്കും നമ്മളിലുള്ള ആ മൃഗതുല്യമായ ടേസ്റ്റുകൾ, അഭിരുചികൾ നമ്മൾ വെട്ടിയൊരുക്കും. നമുക്കെല്ലാവർക്കും ഇങ്ങനെ അധപതി ജീവിക്കാൻ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാം. പക്ഷേ അത് നമ്മുടെ സൂപ്പർ ഈഗോ നമ്മളോടൊരു നെഗോസിയേഷൻ നടത്തും. അത് ശരിയാവില്ല, അത് ചെയ്താൽ പറ്റത്തില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവുമെല്ലാം നമ്മളുടേതുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്നൊരു ബോധ്യമുണ്ടാകുമ്പോൾ നമ്മളുടെ ചില ഇഷ്ടങ്ങൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇങ്ങനെയൊരു തിരിച്ചറിവ് അപ്പനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അപ്പൻ എഴുതിയാനൊരു കൽഭരണിയിൽ തിരിച്ചറിവുണ്ടായെങ്കിൽ അപ്പനും എഴുതും. അപ്പൻ നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പൻ അതിനകത്ത് ഈ ഉടഞ്ഞു പോയൊരു കൽഭരണിയാണ്. അങ്ങനെ പറയുന്നതിലും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു കൽഭരണിയായിരുന്നു. പോറിയതോ ഉടഞ്ഞതോ ചെളി പുരണ്ടതോ ഒക്കെ ആയൊരു കൽഭരണി. നമ്മളെല്ലാം ഓരോ കൽഭരണിയാണ്. അതിനെ കഴുകിയെടുത്ത് തുടച്ച് മിനുക്കി പാകപ്പെടുത്തി വെച്ച് അതിൽ വെള്ളം നിറച്ച് കഴിയുമ്പോഴാണ് അത്ഭുതം നടക്കുക. അതിനാരെങ്കിലുമൊക്കെ നമുക്ക് വേണം. അദ്ദേഹമാകുന്ന കൽഭരണികളിൽ അതാരും എടുത്ത് കഴുകി വെടിപ്പാക്കി എടുത്തു വെച്ചില്ല പീഠത്തിൽ. ആരും അതിൽ വെള്ളം നിറച്ച്. അപ്പം അതുകൊണ്ട് അത്ഭുതം പ്രതീക്ഷിക്കാനാവില്ല. നമ്മൾ ഓരോ വ്യക്തിയിലും അത്ഭുതം ഉണ്ടാവും. പക്ഷേ തനിയെ മാത്രം നമുക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം കൽഭരണി കഴുകിയെടുത്ത് അതിൽ വെള്ളം നിറയ്ക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. ഇവിടെ മേരി ഉണ്ടായിരുന്നു. അതാണ് ജീവിതത്തിൻ്റെ ഒരു വശം. നമ്മൾക്ക് വീണുടയുന്ന കൽഭരണികളായി നിലനിൽക്കാം. കഴുകി വെടുപ്പാക്കിയെടുത്ത കൽഭരണികളും അതിൽ വെള്ളം നിറയ്ക്കുന്ന കുറേ കൂടെയുള്ളവരും ഉണ്ടാകാം. അതില്ലെങ്കിൽ ഉടഞ്ഞ കൽഭരണിയായി തന്നെ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കും. എന്തായാലും ആ അത്ഭുതം, നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതം കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം 75 പതിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 75,000 കോപ്പി. അപ്പോൾ അതുണ്ടായ ആ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ? പോകാം. ഇവിടെ ഒറ്റയടി പാതയായിരുന്നു മുകളിൽ. അവിടെ നിന്ന് ആ പാത ഇങ്ങനെ ഇറങ്ങി ഈ താഴെ വരുമ്പോൾ ഒരു തെങ്ങുണ്ടായിരുന്നു വീടിൻ്റെ മുകളിലായി. ഞങ്ങളുടെ വീട് ഇടിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ കിടക്കുന്നത് ആ തെങ്ങിൻ്റെ ചോട്ടിലായിരുന്നു. ആ തെങ്ങിപ്പോൾ ഇല്ല. അത് കഴിഞ്ഞ് അന്ന് ഏലമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലെന്ന്. ഏലമൊക്കെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ് 7-8 വർഷത്തിനകത്തുണ്ടായത്. അല്ല, നിങ്ങൾക്ക് ഏലമൊന്നും ഇല്ലായിരുന്നു? ഇല്ല, അന്ന് ഏലമൊന്നും ഇവിടെ നടുന്ന ഒരു കാലഘട്ടമല്ല. കപ്പയും ഇഞ്ചിയും ഒക്കെ കൃഷി ചെയ്തിരുന്നു. ചേന, ചേമ്പ്, കാച്ചിൽ ഒക്കെ. ഇവിടെയാണ് ജനിച്ചത്? വളർന്നത്. അപ്പൻ ഒളിച്ചോടി പോകുന്നതേ ഇവിടെ. അപ്പം വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഇവിടെയായിരുന്നു. അന്നേരം ഈ മുകൾ വശം മുഴുവനേ നമ്മൾ ഈ ഇറങ്ങി വന്ന വഴി ഈ കുന്ന് മുഴുവനും നമുക്ക് കുറ്റിക്കാടുകളായിരുന്നു. അല്ല, അതുവഴിയൊക്കെ പുള്ളി ഇറങ്ങി വരുന്നത്? അതിലൂടെ അല്ലായിരുന്നു വരുന്നത്, ഈ വഴിയായിരുന്നു വരുന്നത്. ആ വഴി ഉണ്ടാകുന്ന അപ്പം പോയി കഴിഞ്ഞു. അപ്പൻ ഇതിലെ
ഈ മുമ്പിൽ കൂടി ഈ വഴി താഴേക്ക് ഇറങ്ങും. താഴെ പാടമായിരുന്നു, കുഞ്ചിരക്കാട്ട് പാറയാണ് അക്കരെ കാണുന്നത്. അതൊക്കെ ഇപ്പോൾ മരങ്ങളൊക്കെ വന്ന് മൂടിപ്പോയി, വെള്ളമൊന്നുമില്ല. അപ്പോൾ നടന്നു വരുന്ന അതിലേ ആയിരുന്നു. അല്ല, പുല്ല് മേഞ്ഞതായിരുന്നു, പക്ഷേ വീട് ഇത്രയും തന്നെ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, ഇത് ചെറുത്. ഇത് മൊത്തത്തിൽ മാറ്റി പണിതാ. അവിടെ ഒരു ബോഗൻ വില്ല ഉണ്ടായിരുന്നു. ആ ബോഗൻ വില്ലയിലെ പൂക്കളും ഇലകളും ഒക്കെ കൂടി പറിച്ച് അരിഞ്ഞ് ബിന്ദുവും ഞാനും കറിയൊക്കെ വെച്ച് മുറ്റത്ത് മണ്ണപ്പമൊക്കെ ചുട്ടുകൂട്ടിപ്പോൾ ആണ് അപ്പൻ പോകുന്നത്. അന്ന് അതേ കൂടെ നടന്നിറങ്ങി അപ്പം പോയത്, ആ അപ്പത്തേ കൂടെ മുഴുവൻ. അല്ല, അപ്പോൾ അന്ന് നാട് വിട്ട് പോകുമ്പോൾ മനസ്സിലായില്ല നാട് വിട്ട് പോവുകയാണെന്ന്? ആരാപ്പനാ? അപ്പൻ എങ്ങോട്ടോ പോകുന്നു? അപ്പൻ യാത്ര പോവല്ലേ, മലബാറിന് പോകുന്നല്ലേ പറഞ്ഞേ. അവിടെ പോയി പണം ഉണ്ടാക്കി തിരിച്ചു വരാന്നല്ലേ. മലബാറിന് പോവുകയാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവാനുള്ള ഒരു പ്രായം ഇല്ലല്ലോ. ഇല്ല, പൈസ ഉണ്ടാക്കാൻ പോകുന്ന, ബാങ്കിലെ കടം തീർക്കാൻ. ദുബായി പോകുന്നു. ആ, എന്ന് പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം പോകുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ ഈ ബാങ്കുകാർ നമ്മളെ വെറുതെ വിടത്തില്ല, നമ്മുടെ വീടൊക്കെ അവർ കൊണ്ടുപോകും. അതുകൊണ്ട് അപ്പം പോയി പണം ഉണ്ടാക്കി തിരിച്ചു വരാമെന്ന്. പക്ഷെ പണം ഉണ്ടാക്കാൻ പോയ അച്ഛൻ ജപ്തിയുടെ കാലവും കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞാണ് പണം ഒന്നും ഉണ്ടാക്കാതെ തിരിച്ചു വന്നത്. അപ്പോഴത്തേക്ക് ഒരു 17 വയസ്സായി. 16 വയസ്സ്. പ്രീ ഡിഗ്രി കാലമൊക്കെ കഴിഞ്ഞു. ഡിഗ്രിക്ക് കയറിയില്ലല്ലോ, ഞാനിപ്പോൾ കൂലിപ്പണിയാണ്. എല്ലാവർക്കും വീടിനെ കുറിച്ച് ഉണ്ടാവുക കുട്ടിക്കാലത്ത് ഓർമ്മകളെന്നൊക്കെ പറയുന്നത് എന്തായാലും കുറേ രസമുള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ പുസ്തകത്തിൽ മുഴുവൻ വിഷമമുള്ള കാര്യങ്ങളായിരുന്നു. കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ രസമുള്ള സാധനം. എന്തൊക്കെയാണ് ഈ വീടിൻ്റെ ഓർമ്മകൾ? ആ, വീടിൻ്റെ ഓർമ്മകൾ ഇവിടെ മണ്ണ് അല്ലെ പുസ്തകത്തിൽ ഇല്ലാത്ത? നമ്മൾ വളർന്നു വന്നതും ചിലപ്പോഴൊക്കെ അമ്മ ഈ വീടല്ലത്, അന്ന് പുല്ലുമേഞ്ഞ വീടാണ്. പുസ്തകത്തിലില്ലാത്ത ഓർമ്മകളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റമുറി വീടാണ്. ഒരു മുറിയും ഒരടുക്കളയും. അപ്പം അത് മൺഭിത്തിയാണ്, പുല്ലുമേഞ്ഞതാണ്. ഈ സഹോദരങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്നതും ഈ ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുന്നതും ഒക്കെ ഇവിടെയാണ്. പിന്നീട് ഒരിക്കലും ഈ വീട് ഇടിഞ്ഞ് വീണു. ഈ പുറകുവശത്തെ ഭിത്തിയോട് ചേർന്നുള്ളൊരു കട്ടിലാണ് ഞാനും ലാലിയും കിടക്കുന്നത്. ആ ഭിത്തി ഇടിഞ്ഞ് വീണത് ഞങ്ങളുടെ ദേഹത്തേക്കായിരുന്നു. കഴിഞ്ഞ് അമ്മയെ കയറ്റി ഞങ്ങളെ വലിച്ചു വാരിയെടുത്തു. അതോടുകൂടി പിന്നെ പെരപണിയാനൊക്കെ തുടങ്ങി, ഇടിഞ്ഞ് മൊത്തത്തിൽ പോയി. പിന്നെ ഈ തെങ്ങിൻ ചോട്ടി കിടന്നാണ് നമ്മൾ വളരുന്നത് എല്ലാ രാത്രികളും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ചകലെ, ഇവിടുന്നൊരു 300-400 മീറ്റർ മാറി താമസിക്കുന്ന ഒരാൾ കടയിൽ പോയി നടന്നു പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നാളെ മുതൽ വന്ന് കിടന്നോളൂ. അങ്ങനെ ഒരു 6-7 മാസം അവരുടെ വീട്ടിൽ താമസിച്ചു, കുഞ്ഞാസ്തി ചേട്ടൻ്റെ വീട്ടിൽ. പിന്നെ വീടൊക്കെ പുതുക്കി പണിത് തറയൊക്കെ കല്ല് കൊണ്ട് കെട്ടി. അന്ന് മൺകട്ട കൊണ്ടാവും. അപ്പോൾ അവിടെ വളർന്ന ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് എത്ര കുറവുകളുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നന്നായി നിൽക്കുക. അന്നത്തെ വിശപ്പും ഇല്ലായ്മ എന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അന്ന് കഴിച്ച ആ ഉണക്കമീൻ ചമ്മന്തിയോ അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിയോ ഒക്കെ ഇന്ന് നമ്മളുടെ ഒരു ഓർമ്മയില്ല. ഈ അരി വരാൻ വേണ്ടി അമ്മ പണി കഴിഞ്ഞ് ഒരു തോർത്തിൽ കെട്ടി റേഷനരി കൊണ്ടുവരും. താഴെ കണ്ടത്തിൽ നിന്ന് വരമ്പൂഴിയാണ് വരുന്നത്. അപ്പോൾ അമ്മ വരുമ്പോഴേക്കും ജെസ്സി ചകരിയും മടലും എല്ലാം വെച്ച് തീ കത്തിച്ചുകൊണ്ടിരിക്കും, വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കും. അമ്മ വന്നു കഴിയുമ്പോൾ അരിയിട്ട് അത് വെന്ത് വെള്ളവും ചോറും ഒക്കെ കൂടി കഞ്ഞി നല്ല കൂടുതൽ വെള്ളത്തോടു കൂടി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വയറ് നിറയും. ഞാനൊക്കെ അന്നേ ഈ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ വല്ല കാലത്തൊരു മീൻ വറുത്തോ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ആദ്യം എൻ്റെ കറി അങ്ങ് തരും. എന്നിട്ട് ഈ പെങ്ങന്മാരുടെ പാത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിപ്പിഴക്ക് ഇങ്ങെടുക്കും. അത് പിന്നെ അടിപിടിയാവും. അങ്ങനെ ഒരു പ്രാവശ്യം ലാലി എന്തോ ഒരു സാധനം വെച്ച്, ഒരു കമ്പ് വെച്ച് ഒരൊറ്റയടി, അതെൻ്റെ തലേ നന്നായിട്ട് പൊട്ടി ചോര ഒഴുകി. അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കഷ്ണം ഉണക്കമീൻ വറുത്തത്, അത് ഒത്തിരി കാലം കൂടി കഴിച്ചതാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ഒരെണ്ണം കിട്ടിയിരുന്നു. അത് കഴിച്ചിട്ട് ലാലിയിട്ട് ഞാൻ എടുത്ത് വായിലേക്ക് ഇട്ടു. ഞാൻ എടുത്തത് അവൾ എനിക്കിട്ട് പിടുത്തം ഇട്ടെങ്കിലും ഞാൻ പെട്ടെന്ന് വായിലേക്ക് ഇട്ടതുകൊണ്ട് അവൾക്ക് പിന്നെ അത് കിട്ടിയില്ല. അതിൻ്റെ കലിപ്പിൽ അവളൊരു കമ്പെടുത്തൊരു അടി എൻ്റെ തലക്കിട്ടു. അതൊക്കെ ഓർമ്മകളാണ്. ഈ വീട് തന്നേക്കുന്ന ഭയങ്കര, നമ്മൾ വിഷമമൊക്കെ പറയുമെന്ന് പറഞ്ഞാലും ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എന്ത് വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു മാധുര്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഈ പറമ്പൊക്കെ വിറ്റ് അമ്മയും ഞങ്ങളും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ തന്നെയാണ്. പക്ഷെ എനിക്കിപ്പോഴും ആ വീടിൽ നിന്നുള്ള ഓർമ്മകൾ കുട്ടിക്കാലത്ത് ഇതാ ഓർമ്മ വരുന്നത്. ഒരു രാത്രിയിൽ വളരെ നിശ്ചയദാർഢ്യത്തോടെ നടന്നു വരുന്ന ഒരമ്മയും 4 മക്കളും.
നിശ്ചയദാർഢ്യത്തിൽ നടന്നു വരുന്നത് മരണത്തിലേക്കാണ്. അപ്പോൾ ഒരു റോഡിൻ്റെ വളവിൽ വന്നപ്പോൾ ഒരു മകൾ അമ്മയുടെ കൈ പിടിച്ചിട്ട് എന്തോ പറഞ്ഞു. അമ്മ അത് കേട്ടു. അവിടുന്ന് പിന്നെ അമ്മ തിരിഞ്ഞു കിടക്കുകയാണ്. അത് ജീവിതത്തിലേക്കുള്ളൊരു നടപ്പാണ്. അന്ന് അതിനകത്തൊരു 5 വയസ്സുകാരനുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് അന്നും ഇന്നും ഒക്കെ പെന്തക്കോസ്ത് വളവ് എന്നാണ്. കാരണം നമ്മളുടെ വഴിക്ക് താഴെ കാണുന്ന പെന്തക്കോസ്ത് പള്ളി അന്ന് പുല്ലുമേഞ്ഞതായിരുന്നു. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഒത്തിരി രാജകീയമായ ആർഭാടങ്ങളിലേക്ക് അത് കടന്നു പോയിട്ടില്ല മറ്റു പല പള്ളികളെയും പോലെ. അന്ന് ഞങ്ങൾ തെള്ളിത്തോട് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഏകദേശം 300-400 മീറ്റർ ഇവിടെ വരെ വരുന്നു. അന്നേരമാണ് ജെസ്സി 10 വയസ്സുള്ള മൂത്ത ചേച്ചി അമ്മയെ വിളിക്കുന്നത്. അമ്മയൊന്ന് നിന്നേ എന്നാണ് പറയുന്നത്. അമ്മ അവിടെ നിൽക്കുന്നു. അന്നേരം അമ്മ പറയാണ്, അമ്മയോട് ഇവിടെ പറയുക, അമ്മേ ഈ കമ്പിളികണ്ടത്തും തെള്ളിത്തോട്ടിലൊക്കെയുള്ള ആളുകൾക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ ചിന്നാറ് കടന്ന് അക്കരെ പോയാൽ നമ്മളെ ആരും അറിയില്ലല്ലോ. അവിടെ ചെന്നിച്ച് നമുക്ക് ഭിക്ഷ എടുത്ത് ജീവിച്ചാലും നമുക്ക് മരിക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൊച്ചുകുട്ടി, ഇന്ന് 10 വയസ്സുള്ളൊരു കുട്ടി അത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ മരണത്തിലേക്ക് പോകുന്ന പല അമ്മമാരും തിരിച്ചു നടക്കാൻ സാധ്യതയുണ്ട്. മേരിക്ക് മാത്രം സാധ്യമായ ഒരു തിരിച്ചു നടപ്പല്ല അത്. ജീവിതത്തിലേക്ക് അപ്പോൾ തന്നെ ഈ കൊച്ചിനെ നിലത്ത് നിർത്തിയിട്ട് ഈ 10 വയസ്സുകാരി അമ്മ എടുത്തുയർത്തി തുരു ഉമ്മ വെക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെയുള്ളതാണ് അമ്മയുടെ ശരി ജീവിതം. അതുവരെ ഒരു സാധാരണ കുടുംബിനി, ഭാര്യ, അമ്മ, മരുമകൾ, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഈ ട്രഡീഷണലായിട്ടുള്ള പദവികളിലൂടെയുള്ളൊരു പോക്കായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ മേരി, നന്ദികുന്നേൽ മേരിയായി മാറുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ ഇനി ഈ തോടാണ് താരം. ഇവിടെയാണ് അമ്മ ഒരു കൂലിപ്പണിക്കാരിയായിട്ടിരുന്നിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയ്ക്ക് മെച്ചപ്പെടുത്താനായിട്ട് കൊന്നത്തടി പഞ്ചായത്തിൽ നിന്ന് ഈ തോട് ലേലം വിളിച്ചെടുക്കുന്നു. അതിൽ മണൽ വാരി, അന്നേരം ഇതിലൊന്നും ജീപ്പോ ബസ്സോ ഒന്നും ഓടിയില്ല. ഇത് നടവഴിയാണ്, മൺപാത. അപ്പോൾ ഇവിടുന്ന് മെയിൻ വഴി വരെ ചുമന്നു കൊണ്ടുപോയി 10-20 സ്ത്രീ പണിക്കാരുമായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ നേരെ മൂത്ത പെങ്ങളും ലാലിയും ഒക്കെ ചേർന്നാണ് അമ്മയുടെ കൂടെ പണിയുന്നത്. അന്നിങ്ങനെ ഈ കല്ലുകൊണ്ടൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. ഇതിങ്ങനെ വിശാലമായി കിടക്കുന്ന ചൂട് വീതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലം മാറുന്നതോറും നമ്മൾ കല്ലൊക്കെ കെട്ടുന്ന ചൂടെ തോട്ടിലേക്ക് ഇറക്കി കിട്ടുമല്ലോ. അതിൻ്റെ ഒരു സന്തോഷവും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് ആളുകളെ വെച്ച് ആളെയൊക്കെ വെച്ച് ഉടമ്പടിക്ക് പണികളെടുത്ത് വീടുകളുടെ പണിക്ക് വേണ്ട മണലൊക്കെ കൊണ്ടെത്തിക്കുക. അന്നേരം 10-15-20 പേരൊക്കെ അമ്മയ്ക്ക് പണിയാനുണ്ട്. അത് നമ്മുടെ തന്നെ ജീവിത സാഹചര്യത്തിൽ മൊത്തത്തിൽ അങ്ങ് മാറുക. അപ്പോൾ നമുക്കൊരു, എനിക്കൊക്കെ ഒരു 13-14 വയസ്സുള്ളപ്പോൾ തൊട്ട് അതങ്ങനെയാണ്. അപ്പോഴത്തേനും വിശപ്പ് മാറി, നമ്മുടെ ഭക്ഷണമുണ്ട്. അതായിരുന്നു ആദ്യത്തെ ജീവിതത്തിൻ്റെ ജോലി. എൻ്റെ ജോലിയാണ് ഈ പണിയാണ്. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ശരിക്കും കൂലി ലഭിച്ച് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു നേട്ടമുണ്ടായിട്ടുള്ള ജോലി അതാണ്. അല്ലെങ്കിൽ നമുക്ക് ചൂട് പറഞ്ഞാൽ ആദ്യത്തെ ജോലി ശരിക്കും പുറത്തൊരിടത്ത് ചെയ്യുന്നത് തൃശ്ശൂരത്തെ അനാഥശാലയിലാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള ശരിക്കുമുള്ള ജോലി, അമ്മയോടൊപ്പം ഉള്ള ജോലി ഇതായിരുന്നു, ഈ മണൽ വാരുക. അപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം, മുരിക്കാശ്ശേരി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് തന്നെ ഇറങ്ങി വന്ന് ഒരു ലോഡ് മണൽ വാരി തന്നെ, ഒരു ലോഡെന്ന് പറഞ്ഞാൽ ഒരു ലോറിയല്ല, ഒരു ജീപ്പിന് അടിക്കാനുള്ള മണൽ വാരി ഇവിടുന്ന് ഒരു 250 മീറ്റർ അകലെ കൊണ്ടുപോയി വഴിയിൽ കൊണ്ടുപോയി ആക്കി അമ്മ അത് പകൽ വിറ്റോളും. അപ്പോൾ അന്നേരം അമ്മയ്ക്ക് ഒരാളുടെ പണിക്കൂലി അതിലൂടെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഈ തോടെന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് മാറി 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടായ അതിൻ്റെ കാരണം ഈ തോട. ഇപ്പം മണലൊന്നും ഇല്ല. ഇപ്പം ഇല്ല, ഇപ്പം എല്ലാം തീർന്നല്ലോ. നിങ്ങൾ വാരി തീർത്ത. പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, അന്നത് ഹൈസ്കൂളായിരുന്നു. ഇവിടെയാണ് 1-ാം ക്ലാസ് മുതൽ ഏതാണ്ട് 10-ാം ക്ലാസ് വരെ പഠിക്കുന്നത്. അതെ, അതിനിടയ്ക്ക് ഒരു 1.25 വർഷക്കാലം തൃശ്ശൂർ അനാഥശാലയിൽ ഉണ്ടായിരുന്നു. ആ ഒരു സമയം സ്വദേശത്തായിരുന്നില്ല. ആ 3-ാം ക്ലാസ്സിലെ ഓണപരീക്ഷ മുതൽ 4-ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ വരെയുള്ള പീരീഡ് കാളത്തോട്ടിലായിരുന്നു. അതൊഴികെയുള്ള മൊത്ത സമയം 10-ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് വീണ്ടും ഈ അനാഥശാലയിലെ ജീവിതം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അവരെന്താ ചോദിച്ചത്? അത് നമ്മൾ പഠിക്കാൻ പോയതല്ലായിരുന്നു, ഹയർ സ്റ്റഡീസ്. അപ്പം അത് നമ്മൾ അനാഥശാലയിൽ പോയി എന്ന് കരുതി നമ്മളുടെ കൂട്ടുകാരും വലിയ സമ്പന്നരൊന്നും ആയിരുന്നില്ലല്ലോ. ഈ കമ്പിളികണ്ടത്തെ കൽപ്പരണികളിൽ പറയുന്ന ഈ സ്കൂളും ജീവിതവും കൂലിപ്പണിയും കഷ്ടപ്പാടും വിശപ്പും ഒക്കെ അത് എൻ്റെ മാത്രമോ എൻ്റെ സഹോദരിമാരുടെ മാത്രമോ എൻ്റെ അമ്മയുടെ മാത്രമോ കഷ്ടതയൊന്നുമല്ല. ഈ കിഴക്കൻ മലയോര പ്രദേശത്ത് ഇടുക്കിയിൽ
അല്ലെങ്കിൽ കണ്ണൂരിലെ കുടിയേറ്റ പ്രദേശങ്ങളിൽ, കൊല്ലത്തെ കുടിയേറ്റ പ്രദേശങ്ങളിൽ, പത്തനംതിട്ടയിൽ, കോട്ടയത്തെ മലയോരങ്ങളിൽ, അല്ലെങ്കിൽ വയനാട്, കാസർഗോഡ് ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. ഇതുപോലെ ദാരിദ്ര്യം അനുഭവിച്ചവരാണ് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരെല്ലാം. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകാർ ഞാൻ ഈ അനാഥശാലയിലെ ജീവിതം കഴിഞ്ഞ് വന്നപ്പോഴും അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ഇത് കുറച്ച് നാൾ കാണാതിരുന്ന് വെച്ച് കണ്ട ഒരു ഇതിൽ വീണ്ടും അതൊക്കെ തുടരുക. അപ്പോൾ ഈ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇത് പുതിയ ബിൽഡിങ്ങാണ്, പക്ഷേ ഇതിന് മുമ്പ് ഇവിടെ ഒരു ബിൽഡിംഗ് ഇതുപോലെ നീളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഓടുമേഞ്ഞത് ഇതിൻ്റെ അങ്ങേയറ്റത്തെ ക്ലാസ്സായിരുന്നു എൻ്റെ 8ാം ക്ലാസ്. 9 ഇവിടെ ഈ ഭാഗത്തായിട്ടായിരുന്നു. 10ാം ക്ലാസ് ആയപ്പോഴേക്കും പുതിയൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് വന്നു. അതിൻ്റെ ഏറ്റവും അടിയിലത്തെ നിലയിൽ 1ാമത്തെ ക്ലാസ് ആയിരുന്നു. ഇവിടെ നിന്ന് പാരീസ് വരെ പോയി. പാരീസിലാണ്. ഇപ്പോൾ പാരീസിലാണ്. അപ്പോൾ കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം ഒരുപാട് പേര് വായിച്ചു കഴിഞ്ഞു. ഒരുപാട് നിരൂപണങ്ങൾ വന്നു കഴിഞ്ഞു. നല്ലതും ചീത്തയൊക്കെ ആയിട്ട് ഒരുപാടൊക്കെ വന്നു കഴിഞ്ഞു. പാറത്തോട് എന്ന് പറയുന്ന ഈ സ്ഥലത്തുനിന്ന് നിങ്ങൾ പാരീസിൽ വരെ എത്തി. പക്ഷേ അതിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും ഇല്ല. അത് ഒരു 26 വയസ്സ് വരെയുള്ള ഓർമ്മകളാണ് എന്ന് കരുതി എല്ലാ ഓർമ്മകളും അതിലില്ല. കാരണം ഒരു പുസ്തകം ആകുമ്പോഴേക്കും നമുക്ക് 26 വയസ്സ് വരെയുള്ള ജീവിതകാലം മുഴുവൻ ഒരു ഡോക്യുമെൻ്ററി പോലെ ആക്കി മാറ്റാനാവില്ല. അപ്പം അത് വളരെ തിരഞ്ഞെടുത്ത കുറേ ഓർമ്മക്കുറിപ്പുകളാണ്. ഫിക്ഷൻ ഉണ്ടോ? ഇല്ല, അതിലൊരു ഫിക്ഷനും ഇല്ല. ഉറപ്പാണ് 100%. അങ്ങനെ ആകുമ്പോൾ ഫിക്ഷൻ നമുക്ക് എഴുതാമല്ലോ. ഈ കമ്പളികണ്ടത്തെ കൽഭരണിയെ പോലും ഇതൊരു നോവലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളും ഒഴിവാകുമായിരുന്നു കുടുംബങ്ങളിൽ നിന്ന്. പക്ഷെ അത് വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാവില്ല, അറിയാവുന്നു. ഫിക്ഷൻ ചേർത്തിരുന്നുവെങ്കിൽ സത്യസന്ധമായിട്ട് അതിനകത്ത് 1% എങ്കിലും ഫിക്ഷൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോഴും അതിനെ ഫിക്ഷനായിട്ട് വിളിക്കപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്. ഈ 26 വയസ്സിന് ശേഷമുള്ള ഭാഗം ഇനി വരേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട്. പക്ഷേ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ടുന്ന വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതികഠിനമായ സൗഹൃദങ്ങൾ, തല്ലുകൾ, ഒരു കുഞ്ഞു പ്രണയം പറഞ്ഞിട്ടില്ലെങ്കിലും പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. പ്രണയങ്ങൾ ഇപ്പോൾ പുസ്തകത്തിലത് പ്രതിപാദിക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് അത്ര ആഴപ്പെട്ടു പോയിട്ടില്ല. കാരണം നമ്മൾ ഈ വിശപ്പും ദാഹവും ദുരിതവും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും നമ്മളൊരു സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരാളാണ്. അതിന് ഈ ജാതി വിവേചനത്തിലെ പോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു മാറ്റി നിർത്തൽ, പണമില്ലാത്തവന്, കുണ്ടികീറിയ നിക്കറിടുന്നവന്, കുത്തിവെച്ച് നിക്കറുമായിട്ട് പോകുന്നവന്, അല്ലെങ്കിൽ പിഞ്ചിയ പാവാടയിട്ട് പോകുന്നൊരു കുട്ടിക്ക്, ഇതെല്ലാം അവർ മാറ്റി നിർത്തപ്പെടലുണ്ട്. അത് വളരെ സെറ്റിലായിട്ട് ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അത് ഉള്ളപ്പോൾ അത് നൽകുന്ന അപമാനം, ഒറ്റപ്പെടിയിൽ, മാർജിനലൈസേഷൻ. അപ്പോൾ ഒരു കൗമാരക്കാരന് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരിക്ക് പ്രണയം എന്ന് പറയുന്ന ആ ഒരു ലക്ഷറിയിലേക്ക് പോകാനാവില്ല എന്ന് കരുതി നമുക്ക് പ്രണയം ഉള്ളിലില്ല എന്നല്ല. നമ്മൾക്കൊരു പെൺകുട്ടിയോട് പോയി പ്രണയം പറയാനായിട്ട് നമുക്ക് ഭയമാണ്. കാരണം നമ്മൾ ആകുലപ്പെടുന്നത് എപ്പോഴും നമ്മൾ ഈ കുട്ടിയോട് പ്രണയം പറഞ്ഞാൽ നീ തന്തയില്ലാത്തവനല്ലേ എന്ന് ചോദിക്കില്ലേ, നിൻ്റെ ഏത് വീട്ടിലേക്കാണ് നീ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കില്ല. അന്നൊക്കെ പ്രണയം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിനുള്ളതാണ് പ്രണയം. അപ്പോൾ എനിക്ക് പ്രണയവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് 10ാം ക്ലാസ്സിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തുറന്നു പറയാനോ അത് മുൻപോട്ട് കൊണ്ടുപോകാനോ ഉള്ള സാധ്യതകളെല്ലാം മാറി നിൽക്കുക. പിന്നെ നമുക്ക് ഈ 10ാം ക്ലാസ്സിന് ശേഷം ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ പ്രണയങ്ങൾക്കൊക്കെ ഞാനൊരു നീണ്ട അവധി നൽകി. കാരണം അതിനൊന്നും പിന്നെ സാധ്യതയില്ല. നമ്മുടെ ജീവിതത്തോട് കണക്റ്റ് ചെയ്താണ് അമ്മയുടെയും 3 സഹോദരിമാരുടെയും ജീവിതം. അപ്പോൾ എഴുത്ത് പോലും ഒരു വലിയ സ്വപ്നമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്വപ്നങ്ങളെല്ലാം തനിയെ തേടിപ്പോയി വിജയിക്കാനോ പിടിച്ചെടുക്കാനോ ഒക്കെ പോകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തോട് തുന്നിച്ചേർക്കപ്പെട്ട് കിടക്കുന്ന മറ്റ് ജീവിതങ്ങളെ നമ്മൾ മറന്നു കളയേണ്ടി വരും. അപ്പോൾ ഈ പ്രണയിക്കാൻ പോയാലും അപ്പോൾ നമ്മളുടേതായ ഒരു ഇഷ്ടവും സ്വാർത്ഥതയും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരിമാർക്കും എൻ്റെ അമ്മയ്ക്കും ആരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാരീസിലെത്തി ഒരു അത്യാവശ്യം മുൻപോട്ട് നീങ്ങുന്നത് വരെയും പിന്നീട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ആരോടും പ്രണയം തോന്നിയിരുന്നുമില്ല.